പിണറായി സർക്കാർ സൃഷ്ടിച്ച മികച്ച വ്യവസായ അന്തരീക്ഷത്തെ പ്രശംസിച്ചും പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പ്രകീർത്തിച്ചും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ നടത്തിയ പ്രതികരണം പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി. സംസ്ഥാന നേതാക്കൾ ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകി. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരസ്യമായി തരൂരിനെ തള്ളിപ്പറഞ്ഞു. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കെ കേരളം വ്യവസായ കുതിപ്പിലെന്ന സർക്കാരിന്റെ അവകാശവാദത്തെ നിയമസഭയ്ക്കകത്തും പുറത്തും കല്ലും നഖവും വെച്ച് എതിർക്കുകയാണ് പ്രതിപക്ഷം. അതിനിടെയാണ് കഴിഞ്ഞ 18 മാസത്തിനിടെ സംസ്ഥാനത്ത് 300 വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയതിനെയും കേരളം 1ാം സ്ഥാനത്തേക്ക് കുതിച്ചതിനെയും കണക്കുകൾ ഉദ്ധരിച്ച് തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ പ്രശംസിച്ചത്. സ്റ്റാർട്ടപ്പിൽ കേരളം മാതൃകയാണെന്നും പറഞ്ഞു. നല്ലത് ആര് ചെയ്താലും നല്ലതായി കാണണമെന്ന് പിന്നീട് വാർത്താ ലേഖകരോടും തരൂർ ആവർത്തിച്ചു പറഞ്ഞു. പ്രതിപക്ഷ ആക്രമണങ്ങളുടെ മുനയൊടിക്കുന്ന തരൂരിന്റെ പ്രശംസ കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. തരൂരിനെ തള്ളിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അസംബന്ധ കണക്കുകൾ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിച്ചത്. തന്റെ ലേഖനം വായിച്ചു നോക്കാനായിരുന്നു തരൂരിന്റെ മറുപടി. ലേഖനം വായിച്ചില്ലെന്ന് പറഞ്ഞ് KPCC പ്രസിഡന്റ് K സുധാകരൻ ഒഴിഞ്ഞു മാറി. സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായ താൻ തരൂരിനോട് പ്രതികരിക്കാൻ ആളല്ലെന്നായിരുന്നു K മുരളീധരന്റെ പരിഹാസം. തരൂരിന്റെ വാദങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെയുള്ളതല്ലെന്നായിരുന്നു KCയുടെ പ്രതികരണം. അതേസമയം വസ്തുതകൾ തുറന്നു കാട്ടുകയാണ് തരൂർ ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേ ഒരു നല്ല സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. പിണറായി സർക്കാരിന്റെ കീഴിൽ നേടിയ വികസനത്തിന്റെ ശരിയായ വിശകലനമാണ് തരൂരിൻ്റെതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അദ്ദേഹത്തെ പ്രശംസിച്ചു. കേരളത്തിലെ വ്യവസായ പുരോഗതി അത് എടുത്തു പറഞ്ഞിട്ടുള്ള ശശി തരൂരിന്റെ പ്രശംസ നാടിനെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രതികരണമാണെന്നാണ് വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞത്. വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്ന ആളാണ് ശശി തരൂർ. LDFനെയോ മുഖ്യമന്ത്രിയോ അല്ല അദ്ദേഹം പ്രശംസിച്ചത്, കേരളത്തിന് അവകാശപ്പെട്ടതാണത്. അതിന്റെ ഒരു വിഹിതം പ്രതിപക്ഷത്തിനുള്ളതാണ്. വിഴിഞ്ഞം കോൺക്ലേവിൽ മുഴുവൻ സമയം പങ്കെടുത്ത അദ്ദേഹം നാടിനോടുള്ള താല്പര്യമാണ് പ്രകടിപ്പിച്ചത്. ആ ഉത്തരവാദിത്തം സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്താൽ മറന്നുപോകുന്നവരുണ്ട്. വൈകാതെ അവരും ശരിയായ പാതയിലേക്ക് വരുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു.